ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ചുമ്മാ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അധികം വ്ളോഗൊന്നും ഇടാറില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് വന്ന പ്രാവുകളാണ് കേട്ടോ അത്. ഞാനും ആളും പൊന്നൂസൂടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ആധാറിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് പൊന്നൂട്ടിയുടെ കോസ്റ്റ്യൂം. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അവൾക്കും ഇങ്ങനത്തെ ഡ്രസ്സാട്ടോ കംഫർട്ട്. ബനിയൻ ടൈപ്പാണ് അവൾക്ക് ഇഷ്ടം, അല്ലാത്ത ഉടുപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ. ഇതാകുമ്പോൾ ഓക്കെയാണ്. ഇവൾ കുറച്ചുകൂടി കുഞ്ഞായിരുന്നപ്പം, ഇപ്പോഴും കുഞ്ഞാണ് കേട്ടോ, അങ്ങനെയല്ല, കുറച്ചുകൂടി കുഞ്ഞായിരുന്ന സമയത്ത് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് ഇവൾ സ്വിച്ച് ഇട്ടോ ഓഫായി പോകുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര കുറുമ്പാണ്. വഴി കാണുന്ന ആൾക്കാരെയൊക്കെ വിളിക്കും, അതുപോലെ ഓരോ കട കാണിച്ചു തന്നിട്ട് അത് ഇത് അപ്പാപ്പം മുട്ടായി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വാശി പിടിച്ച് വാങ്ങിച്ച ബിസ്ക്കറ്റാണ് ആളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ഷയയിൽ എത്തിയിട്ടുണ്ട്. അക്ഷയയിൽ വന്നതേ പൊന്നൂസിൽ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹെയർ ബാൻഡൊക്കെ ഊരിക്കളയുന്നുണ്ടായിരുന്നു, വള എടുത്ത് ഊരിക്കളയുന്നുണ്ടായിരുന്നു. അക്ഷയയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇവളുടെ ഒരു ഇറിറ്റേറ്റിംഗ് പരിപാടികൾ കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളൂ. ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത് നമ്മൾ വന്നേക്കുന്നതിന് ഒരു ജുവലറിയിലേക്കാണ് കേട്ടോ. നമ്മുടെ മാളുവിന് റിങ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഗോൾഡിൻ്റെ വിലയൊന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ വിലയാണ്, പൊള്ളുന്ന വിലയാണ്. അപ്പം നമ്മളൊരു കുഞ്ഞ് റിങ് എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് റിങ്ങെന്ന് പറയാൻ കാരണം അവളുടെ കൈക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും ചേരില്ല, ഏറ്റവും കുഞ്ഞ് ടൈപ്പ് അവളുടെ കൈ ചേരുള്ളൂ. അതുകൊണ്ട് ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് പറ്റിയത് വളരെ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ട ഒരെണ്ണം പെട്ടെന്ന് എടുത്തു. അവിടെ നിന്ന് നമ്മളങ്ങനെ പോരുമായിരുന്നു കേട്ടോ. അവളുടെ വിരലെന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞ് വിരലാണ്, അപ്പം എല്ലാം പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഫുഡ് കഴിക്കാനായിട്ട് പോയി. നേരത്തെയൊക്കെ നമ്മൾ പുറത്ത് വരുമ്പോൾ കഴിക്കാറുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ. ഇപ്പോൾ നമ്മൾ മലയ്ക്ക് പോകാൻ ചേട്ടൻ മാല ഇട്ടുകൊണ്ട് ഫുള്ള് വെജിറ്റബിളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊന്നൂസിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ ബസ്സിൽ കയറി പിന്നെ കേട്ടോ എൻ്റെ വഴക്കാളി പെണ്ണൊന്ന് ഉറങ്ങിയത്. അപ്പോൾ എൻ്റെ പൊന്നൂനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അതുപോലെ തന്നെ കമൻറ്റും ലൈക്സും ഒക്കെ ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്, എന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ച് പോകണമെന്ന് ചോദിച്ചാൽ വേണ്ട, എന്നാൽ നടക്കാം, അങ്ങനെ ഒരു ഇത്. ഞങ്ങളെപ്പോഴും വണ്ടിക്കല്ലേ പോണേ. ഇപ്പം മാളും കൂടെ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ അപൂർവം, അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. പൊന്നൂസ് ഉറക്കം, അതുകൊണ്ട് വിഷയമില്ല, ഇല്ല മിരുമിരാന്നിരുന്നേനെ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ അധികം അങ്ങനെ വ്ളോഗുകളൊന്നും ചെയ്യാറില്ല കേട്ടോ, എല്ലാ ഷോർട്സും ഇടാറ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എൻ്റെ സൗണ്ട് അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറില്ല ഇങ്ങനെ കേൾക്കുമ്പം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മടി എങ്ങനെ ഇരുന്ന് വോയിസ് കൊടുക്കുക, അത് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ വ്ളോഗൊന്നും അങ്ങനെ അധികം ആരും തന്നെ ഫുള്ളായിട്ട് കാണാൻ സാധ്യതയില്ല, പുതിയ ചാനലൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് മാള് ഫ്രണ്ട് നടപ്പുണ്ട്, ഞാനും പൊന്നും പുറകേ വരുന്നുണ്ട്. നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഓട്ടോ കിട്ടി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നൂസ് എണീറ്റ് അവളുടെ കുസൃതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കസാരയുടെ അടി കയറിയിരിക്കുക, ഡെസ്കിൻ്റെ അടി കയറിയിരിക്കുക, അവിടുന്ന് വീഴുക ഇവിടുന്ന് വീഴുക, ഇതൊക്കെയാണ് അവളുടെ വിനോദം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ലോങ് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാവേ.